രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വനവാസത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ കൂടെ തന്നെ പുറപ്പെടുവാൻ സീതയും അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് സീതയെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും സീത തയ്യാറാകുന്നില്ല. അവസാനം ശ്രീരാമചന്ദ്രൻ സീതയെ കൂടെ കൂട്ടുവാൻ തീരുമാനിച്ചു. അതാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രീരാമവാക്ക് കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയോ ചൊല്ലിനാ നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ല ദയാനിതേ പാദശുശ്രൂഷാവൃതം മുടക്കായികമ്മേ നിന്നുടെ സന്നിധൗ സന്തതം വാണിയിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ വല്ലതോ മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്ത മുള്ളുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടലായതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം. ശ്രീരാമചന്ദ്രന്റെ കൂടെ പോകാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന സീതയെ പല പല കാരണങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രീരാമചന്ദ്രൻ നോക്കുന്നുണ്ട്. പക്ഷെ സീത അതിനൊന്നും വശംവദയാകുന്നില്ല. അവസാനം സീത പറയുകയാണ്, ഞാൻ പതിവ്രതയായ ഒരു ധർമ്മപത്നിയാണ്, മറ്റാരും എനിക്ക് ആശ്രയമില്ല. ഞാൻ അനുഷ്ഠിക്കുന്ന കർത്തൃപാദാ ശുശ്രൂഷാവ്രതം അതെനിക്ക് മുടക്കാൻ പറ്റില്ല. അങ്ങയുടെ സാന്നിധ്യത്തിൽ എന്നെ ആരും ഉപദ്രവിക്കുമെന്നെനിക്ക് ഒരു വിശ്വാസവുമില്ല. ഫലമൂലാദികൾ ഭർത്താവ് കഴിച്ചതിന് ശേഷമാണ് ഉള്ളതെങ്കിലും ഞാൻ കഴിച്ചുകൊള്ളാം. അതെനിക്ക് അമൃതാണ്. ഭർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ കൂർത്തുമൂർത്ത കല്ലും മുള്ളും എനിക്ക് പൂവിനെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ മൂലം അങ്ങക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് സീതാദേവി വളരെ താണു വീണ് ഭർത്താവിനോട് പറയുകയാണ്. അപ്പോൾ ഇത് സീതയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ശ്രീരാമൻ നിന്റെ ആഭരണങ്ങളൊക്കെ അരുന്ധതി ദേവിക്ക് ദാനം ചെയ്തിട്ട് നീയും എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷപൂർവം ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് ലക്ഷ്മണനോട് തൻ്റെ അമ്മ കൊടുക്കുന്ന ഉപദേശം. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നു കൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണോ. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിയിടുക അടവികേ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസീധരിച്ചുകൊണ്ടാദരവോട് തൊഴുത് സൗമിത്രിയും തന്നോടെ ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്ന് രാമാന്തികേ നിന്നെ വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാന
കടാക്ഷിച്ചു കുതൂഹലാൽ. ലക്ഷ്മണൻ അമ്മയായ സുമിത്രയെ കൗസല്യയുടെ കൈകളിൽ ഏൽപ്പിച്ചു. സുമിത്രയാകട്ടെ പുത്രനെ ആശ്ലേഷിച്ചിട്ട് ആശീർവദിച്ച് ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം. ആ അമ്മ തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്. ജ്യേഷ്ഠനെ നിന്റെ അച്ഛനെ പോലെ കാണുകയും ജ്യേഷ്ഠത്തി അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണുകയും ചെയ്യണം എന്നുള്ള ഉപദേശം. അത് ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഈ ഒരു ഉപദേശം എത്ര ശ്രേഷ്ഠമാണെന്ന് ആലോചിച്ച് നോക്കുക. അടുത്തത് രാമ സീത തത്വമാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിക്കായി കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെ വരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ. താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്ദൻ ജനകജ. ലക്ഷ്മീ ഭഗവതി ലോകമായ പരമായ ഗുണങ്ങളെ താൻ അവലംബിച്ച് കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ച് സത്വപ്രധാനമായി ഭക്തപാരായണൻ ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവസാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭ സാഹരിക്കുന്നതോ ദ്വൈവസ്വതമനോ ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് മേ വേധാവിനാക്കി കൊടുത്തതേ രാഘവൻ. രാമസീത തത്വമാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. രാമനെ ഓർത്തും സീതയെ ഓർത്തും ആരും ദുഃഖിക്കരുത്. കാരണം രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവും സീത പരാശക്തിയായ ലോകമായയുമാണ്. രാമനെ ഓർത്ത് ആരും ദുഃഖിക്കരുതെന്ന് പറയാൻ കാരണം എല്ലാവരും രാമനാമം ജപിച്ചുകൊണ്ട് നിത്യവും ഈ രാമനാമം ജപിക്കുന്ന മർത്യന് മരണഭയം ഉണ്ടാകുകയില്ല. മോക്ഷം ലഭിക്കുവാനും ഇത് കാരണമാകും. സുഖദുഃഖങ്ങൾ ഇല്ലാത്ത നിഷ്കളങ്കനും നിർഗുണനുമായ പരമാത്മാവാണ് ശ്രീരാമൻ. അതുകൊണ്ടാണ് ശ്രീരാമനെ ഓർത്ത് ആരും വിഷമിക്കരുത് എന്ന് പറയുന്നത്. നിർഗുണാത്മാവായ ഭഗവത് സ്വരൂപത്തിന് എങ്ങനെയാണ് ദുഃഖാദികൾ സംഭവിക്കുക? ഭക്തജനങ്ങൾക്ക് ഭജിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചത്. ദശരഥന്റെ ആഗ്രഹം നിവർത്തിക്കുന്നതിന് ദശമുഖനെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിക്കാനും വേണ്ടിയാണ് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചത്. രാമനെപ്പറ്റി ഇത്രയും പറഞ്ഞിട്ട് വാമദേവൻ വിരമിച്ചപ്പോഴേക്കും രാമൻ നാരായണനാണെന്നറിഞ്ഞ പൗരജനങ്ങൾ ആനന്ദ സമുദ്രത്തിൽ ആറാടി. ഇപ്രകാരമുള്ള രാമസീതാ രഹസ്യം ആമോദപൂർവം ധ്യാനിക്കുന്നവർക്ക് രാമനിൽ ഉറച്ച ഭക്തിയും രോഗനാശവും സംഭവിക്കും. നിങ്ങൾ രാമഭക്തന്മാരായതുകൊണ്ടാണ് രഹസ്യമായി സൂക്ഷിക്കേണ്ട രാമതത്വം ഞാൻ ഉപദേശിക്കുന്നത്. ശ്രീരാമചന്ദ്ര കൃപാലോ ഭജമന ഹരണഭാവദാരുണം നവകഞ്ചലോചന കഞ്ചമോ
മുഖകര കഞ്ചപാദ